ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കിടുക്കാച്ചി നാടൻ കറിയാണ്. ചെമ്മീനും നമ്മുടെ നാടൻ കുമ്പളങ്ങയും ഉപയോഗിച്ചുള്ള ഒരു കറിയാണെന്ന്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് ഒരു നാടൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിന് തൊലി കളഞ്ഞ് ചെത്തിയെടുക്കുന്നുണ്ട്. നാടൻ കുമ്പളങ്ങയും ഉണക്ക ചെമ്മീനും വെച്ചുള്ള കറിയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ചെത്തി അതിന് കഷ്ണങ്ങളാക്കി. ഇനി ചെമ്മീൻ, ചെള്ളിപ്പൊടി, അതായത് ചെമ്മീൻ. ഇനി നമ്മൾ ഈ ചെള്ളിപ്പൊടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അതായത് ചെമ്മീൻ, ഉണക്ക ചെമ്മീനാണ്. അതൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ വെറുതെ ചീനച്ചട്ടി ചൂടാക്കിയത് അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നു നമ്മൾ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി, അധികം കരിയാതെ തന്നെ എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കരിഞ്ഞൊന്നും പോകാതെ നോക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ. ഇനി ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു തടി ഉപയോഗിച്ച് ഒരു ചപ്പാത്തിയുടെ കോലോ എന്തെങ്കിലും നമ്മൾ ഉരുട്ടുന്ന ചപ്പാത്തി പലയുടെ കോലൊന്ന് ഉപയോഗിച്ച് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. കാരണം അതിൻ്റെ കൊമ്പും അതിൻ്റെ മുള്ളെല്ലാം ഉണ്ടാവും. അതെല്ലാം ഒന്ന് ഇത് കളയുന്നതിന് വേണ്ടിയാണ് നമ്മളിതൊന്ന് ചൂടാക്കിയ ശേഷം ഇങ്ങനൊന്ന് ഇതാക്കി കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മളൊരു മുറത്തിലേക്ക് ഇട്ട് അതൊന്ന് ചേറിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, മുറത്തിലിട്ട് ചേറി കഴിഞ്ഞാൽ അതിൻ്റെ ആ പൊടിയും മുള്ളെല്ലാം പോയി കിട്ടും. നന്നായി വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അതായത് നമ്മൾക്കിതിന് വേണ്ട ചേരുവകൾ, തേങ്ങ, മല്ലി, മുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5ഓളം പച്ചമുളകും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തുള്ളത്. ഒരു മുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ഭാഗം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുറി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉലുവ, ഇത്രയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ ചെറിയ വീതം കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് മൊരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ്, അത് കൊച്ചുള്ളി എന്ന് പറയും. ചെറിയ ഉള്ളി സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളിയാണ്. അതും കൂടെ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കുറച്ച് കൂടുതൽ വേണം ചെറുള്ളി. അതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻകറിക്ക് ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറുള്ളി കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ പാകം അതനുസരിച്ച് ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
തേങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റിയെടുത്തു. ഇനി നമ്മളിവിടെ കുമ്പളങ്ങയാണ് ഇവിടെ വേവിച്ച് വെച്ചത്. നമ്മുടെ നല്ല അടിപൊളി നാടൻ കുമ്പളങ്ങയാണ്. അതിവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, നന്നായി വേവിച്ച്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച കുമ്പളങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ എടുത്ത് ഒരു കഷ്ണം എടുത്ത് വേവിച്ച് വെച്ചതാണ്. അത് ഈ പാത്രത്തിലേക്ക്, അത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത മുളക്, മല്ലി, തേങ്ങ അതെല്ലാം കൂടി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ എല്ലാം കൂടെ നമ്മൾ അരച്ചതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം, അതായത് വളം പുളിയാണ്, അത് കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പ്, എനിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉണക്കച്ചെമ്മീനിലെ ഉപ്പ് രസമുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം, ഇതൊന്ന് തിളച്ച് വരുന്നവരെ. അപ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ കണ്ടില്ലേ, ഇതുണ്ട്, ആ പൊടിയാണ്, ഇത് വേസ്റ്റ് പൊടിയാണ്. അതിൻ്റെ കൊമ്പും മുള്ളും എല്ലാം കൂടിയിട്ട് ഇത് വേസ്റ്റാണ്. ഇത് വൃത്തിയാക്കി, ഇത് ഉപയോഗിക്കില്ല, ഇത് കളയും. നല്ലത് ഈ പരിപ്പ് പോലെയുള്ളതാണ് നമ്മളെടുത്ത് ഈ കറിയിലേക്ക് ഇടുന്നത്. ഇപ്പം നമ്മുടെ കുമ്പളങ്ങയെല്ലാം തിളച്ചതുണ്ട്, എല്ലാം സെറ്റായി വന്നു. ഇനി നമുക്ക് ഈ ചെള്ളി, അതായത് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്തതാണ്, അതിൻ്റെ എല്ലാം വൃത്തിയാക്കി എടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയെല്ലാം നന്നായി വെന്തു. ഇനി ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തീ നന്നായി കത്തുന്നുണ്ട്. ഇനി ഈ ചെമ്മീൻ വേകുന്ന വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ചെമ്മീൻ വേകുന്ന വരെ ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം കണ്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീനെല്ലാം വെന്ത് ഒരുവിധം പാകമായിട്ടുണ്ട്. നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നാടൻ കുമ്പളങ്ങയും ഉണക്കച്ചെമ്മീനും വെച്ചുള്ള കറിയാണത്. സൂപ്പറായിരിക്കും. കണ്ടില്ലേ, ചോറുണ്ണാനും എല്ലാം പലഹാരത്തിനെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളിയാണ്. ഉണക്കച്ചെമ്മീനും നല്ല നാടൻ കുമ്പളങ്ങയും വെച്ചുള്ള കറി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. നോക്കൂ, അടിപൊളിയാണ്. കണ്ടില്ലേ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.